ഒരു വചനഭാഗത്തിലേക്കാണ് നാം കടക്കുന്നത്. ആസന്നമായ അമേരിക്കയുടെ ഇലക്ഷൻ്റെ ഏറ്റവും നിർണായകമായ തെളിവുകളിലേക്ക് ഇന്ന് രാത്രി നാം കടന്നു പോകും. അമേരിക്കയും വരാൻ പോകുന്ന അമേരിക്കയുടെ പ്രസിഡന്റ്, ഇസ്രയേലിനോടുള്ള അമേരിക്കയുടെ പ്രതിപത്തിയുടെ മാറ്റവും, കൊറോണയ്ക്ക് ശേഷം പ്രപഞ്ചത്തിൽ നടക്കുന്ന സംഭവങ്ങളും, സൂര്യനും ചന്ദ്രനും ഭൂമിയും തമ്മിലുള്ള ബന്ധത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഈ രാത്രി നാം ഒരുമിച്ച് ചിന്തിക്കുന്നത്. ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു ഇസ്രായേൽ. അമേരിക്ക വിശുദ്ധ ബൈബിളിൽ എവിടെയെങ്കിലും കാണുന്നുണ്ടോ? ഈ കോവിഡിൻ്റെ പരിസമാപ്തിയിൽ ലോകം 2 ചേരിയിലേക്ക് നീങ്ങുമ്പോൾ സംഭവിക്കാനിരിക്കുന്ന അമേരിക്കൻ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് അതിൻ്റെ ഫലപൂർത്തീകരണത്തിൽ ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിലെ പ്രതിപത്തി മാറുകയും അന്ന് സംഭവിക്കാൻ പോകുന്ന ചില സംഭവങ്ങൾ തൊട്ടുവെക്കുമ്പോൾ ഈ പ്രഭാഷണം അവസാനിക്കുകയും ചെയ്യും. കഴിഞ്ഞ നവംബർ മാസത്തിൽ അപ്രതീക്ഷിതമായി അമേരിക്കയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഒരാഘാതത്തോട് ട്രംപ് ഭരണകൂടത്തിന് ഒരു വീഴ്ച പറ്റി. അതിനെപ്പറ്റി ഫെഡറൽ കോർട്ടിൽ ഇപ്പോഴും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഒരു പൂർണ്ണത ഇതുവരെയും വന്നിട്ടില്ല. കള്ളവോട്ട് നടന്നെന്നും 10 സ്റ്റേറ്റുകളിൽ ഇലക്ഷൻ റീകൗണ്ട് ചെയ്യണമെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഒഫീഷ്യലായി ജോ ബൈഡൻ ജനുവരി മാസത്തിൽ അധികാരമേൽക്കുമെന്ന് പറയുന്ന. അങ്ങനെയെങ്കിൽ 2021 അമേരിക്കയുടെ ചാഞ്ചാട്ടോ, ഇസ്രയേലാകുന്ന അത്തിയുടെ തളിർപ്പ് പ്രവചനപ്രകാരം എവിടേക്ക് നിന്നെത്തുമോ, നാഥൻ്റെ വരവിൻ്റെ ചടുലതയെ പറ്റി അത് കാണിക്കുമോ, അതിലേക്ക് നാം കടക്കും. വായിച്ചത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം. തിരുവചനം 31,173 വാക്യങ്ങൾ, 39 പഴയ നിയമ പുസ്തകങ്ങൾ, 27 പുതിയ നിയമ ഗ്രന്ഥങ്ങൾ, 66 പുസ്തകങ്ങളുടെ സമാഹാരമായ ഹോളി ബൈബിൾ. അതിനകത്ത് പുതിയ നിയമത്തോടുള്ള ബന്ധത്തിൽ 5 തലങ്ങൾ. മത്തായി, മർക്കോസും ലൂക്കോസും യോഹന്നാനും യേശുക്രിസ്തുവിൻ്റെ ഐതിഹ്യത്തോടുള്ള ഹല്ലേലൂയ സുവിശേഷത്തിൻ്റെ ചരിത്രവും, അപ്പോസ്തല പ്രവർത്തികൾ, ലൂക്കോസ് വൈദ്യനാൽ എഴുതിയ സഭയുടെ ചരിത്രവും, വലിയ ലേഖനങ്ങൾ ഹല്ലേലൂയ, റോമാലേഖനവും കോരിന്ത്യ ലേഖനവും തെസ്സലോനിക്ക ലേഖനവും തീമത്തിയോസും 3-ാം തലവും സഭയെപ്പറ്റിയുള്ള വിശദീകരണവുമായി ചെറിയ ലേഖനങ്ങളായി പത്രോസ്ലീഹായും യാക്കോബും യൂദായും തീത്തോസും എല്ലാം കാണിക്കുന്ന 4-ാം തലം. 5-ാം തലം വിശുദ്ധ വെളിപ്പാട് പുസ്തകം മറനീക്കി പുറത്തു വരുന്ന ലോകത്തിൻ്റെ രാഷ്ട്രീയ പ്രവചന ഗ്രന്ഥം. ഇന്ന് രാത്രി ദൈവദാസൻ തൊട്ടുവച്ചത് മത്തായി 24. സുവിശേഷങ്ങളുടെ ഏടുകളിൽ 4 ഭാഗങ്ങളായി സുവിശേഷങ്ങളെ വേർതിരിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ ഐതിഹ്യത്തെ അക്കമിട്ട് മനുഷ്യത്വത്തെയും ദൈവത്വത്തെയും പുത്രത്വത്തെയും ദാസത്വത്തെയും വെളിപ്പെടുത്തുമ്പോൾ മത്തായി എന്ന എഴുത്തുകാരന് കൂടി മനുഷ്യപുത്രനെ വെളിപ്പെടുത്തി കാണിക്കുന്നു. വായിച്ചത് മത്തായി 24. യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹിക്കപ്പെട്ട ഒലിവുമല പ്രഭാഷണം. AD 30 ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് കാൽവരിയുടെ കൊലക്കളത്തിൽ 2 കള്ളന്മാരുടെ നടുവിൽ പരമയാഗമായി. അതിൻ്റെ തലയാഴ്ച യഹൂദനോടുള്ള ബന്ധത്തിൽ ഓശാന പെരുന്നാൾ, അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാളുകളുടെ നിറവ യഹൂദന്. പെസഹ പെരുന്നാൾ, ആദ്യബലക്കച്ചയുടെ പെരുന്നാൾ, പിന്നെ ഓശാന പെരുന്നാൾ, പെന്തിക്കോസ് പെരുന്നാൾ, പാപപരിഹാര പെരുന്നാൾ, കൂടാര പെരുന്നാൾ. ഇതെല്ലാം അനുഗ്രഹിക്കപ്പെട്ട പെരുന്നാളുകളുടെ നടുവിൽ AD 30 ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച താൻ യാഗമാകുന്നതിന് മുൻപ് അവൻ ഒലിവുമലയിലേക്ക് ഒരു യാത്ര വരിക. ഗലീലയിൽ നിന്ന് ബേത്വഗയ്ക്കും ബഥാനിക്കും ഇടയിലേക്ക് വരുമ്പോൾ തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിക്കുന്ന ഒരു കാര്യമുണ്ട്. കുഞ്ഞുങ്ങളെ, എതിരെയുള്ള ഗ്രാമത്തിൽ പോയി ആരാലും ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന കഴുതയെയും അതിൻ്റെ കുട്ടിയെയും അടിച്ചു കൊണ്ടുവരണം. ആരെങ്കിലും ചോദിക്കുന്നെങ്കിൽ കർത്താവിന് ഇതിനെ കൊണ്ട് ആവശ്യമുണ്ട്. മക്കളെ, ഇതൊരു പ്രവചനത്തിൻ്റെ നിവൃത്തി. യേശു ജനിക്കുന്നതിന് 550 കൊല്ലം മുമ്പ് ഭക്തനായ സക്കരിയാവ് ഇങ്ങനെ എഴുതി വെച്ചു. സക്കരിയാവ് 9:9. സിയോൻ പുത്രിയെ നീ ഉച്ചത്തിൽ ഘോഷിച്ചാനന്ദിക്കുക, യെരൂശലേം പുത്രിയെ നീ ആർപ്പിടുക. സിയോനിൻ്റെ രാജാവ് ജയശാലിയായി പെൺകഴുതയുടെ പുറത്ത് വാഹനമേറി പട്ടണത്തെ ഇളക്കിക്കൊണ്ട് അവൻ വരുമെങ്കിൽ കുഞ്ഞെ, കാലം എത്ര കഴിഞ്ഞു പോയാൽ, നിന്നോട് പ്രവചനം പറഞ്ഞവർ മാറിപ്പോയാൽ, ഇന്ന് രാത്രി വചനം കേൾക്കുമ്പോൾ ഹല്ലേലൂയ ദൈവസന്നിധിയിലേക്ക് മടങ്ങി വരണം. കുഞ്ഞെ, നീ കേട്ട പ്രവചനത്തെ നീ വിത്തിട്ട് വളം കൊടുത്ത് ദൈവസന്നിധിയിൽ ഉപവസിച്ച് പ്രാർത്ഥിക്കുമെങ്കിൽ ദർശനത്തിന് ദൈവം ഒരവധി വെച്ചിട്ടുണ്ട്. കാലം കടന്നുപോയാൽ, പ്രവചിച്ചവൻ മാറിപ്പോയാൽ, പ്രവാചകൻ ഒരുപക്ഷെ വീണുപോയാൽ, നിന്റെ കുടുംബത്തോട്, നിന്റെ തലമുറയോട്, നിന്റെ സഭയോട് ദൈവം ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം ഒരു വാഗ്ദത്തം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കോവിഡ് ആഞ്ഞടിക്കട്ടെ, കൊറോണ ആഞ്ഞടിക്കട്ടെ, വൈറസ് എത്ര അടിക്കട്ടെ, ലോക്ക്ഡൗൺ
വരട്ടെ, ക്വാറന്റൈൻ വരട്ടെ. എന്നാൽ ഇന്ന് രാത്രി നീ പറയണം, പർവ്വതങ്ങൾ നിന്റെ മുൻപിൽ മാറ്, കുന്നുകൾ വീഴ്, എന്നാൽ ദൈവത്തിന്റെ ദയ നിന്റെ കുടുംബത്തെ വിട്ടുപോകയില്ല. എത്ര പേർക്ക് വചനം മനസ്സിലാകുന്നു? അപ്പനും അമ്മയും ഉപേക്ഷിച്ചാൽ, കാട്ടിനകത്ത് കരമടിച്ചവന് ആരൊക്കെ തള്ളിയാല്, നാട്ടിലെ രാജാവാക്കാൻ ഒരു കരമിറങ്ങി വന്നെങ്കിൽ, ബാബേലിനകത്ത് ചിലരെ തെരഞ്ഞെടുക്കണമെങ്കിൽ തീജ്വാലയിൽ കടത്തിവിട്ടാൽ അതിന്റെ നടുവിൽ നിന്ന് അവരെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ഒരു കരമുണ്ടെങ്കിൽ, ഹല്ലേലൂയ. കഴുതയെ അന്വേഷിച്ചു പോയവൻ ഇസ്രായേലിന്റെ രാജാവായി മടങ്ങി വരുമെന്ന് അവന്റെ അപ്പന് പോലും അറിയത്തില്ലെങ്കിൽ, കൃപ പ്രാപിച്ച ദൈവമക്കളെ, 2021 നിന്റെ ദർശനത്തിന് ഒരു അവധിയുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഒരു മറുപടിയുണ്ട്. ഫെബ്രുവരി കഴിയുമ്പോൾ, കോവിഡ് കുറെ കഴിഞ്ഞു മാറുമ്പോൾ നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ദൈവം നിവർത്തിക്കുന്ന പകലുകളും രാത്രിയുമാ. കുഞ്ഞേ, ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്, നിന്റെ പ്രാർത്ഥനയ്ക്ക് ദൈവം ഒരു മറുപടി വെച്ചിട്ടുണ്ട്. എത്ര കെട്ടിനകത്ത് നീ വീണാലും നിന്റെ കുടുംബം പുറത്തു വരത്തില്ലെന്ന് നാട്ടുകാരെഴുതിയാലും, ഒരു കാലത്ത് നീ ഇനി വെളിച്ചം കാണത്തില്ലെന്ന് ആരൊക്കെ മന്ത്രതന്ത്രവാദികൾ നിനക്കെതിരെ പദ്ധതി വെച്ചാൽ, അവൻ്റെ ബലമുള്ള കൈക്കീഴിൽ നീ താഴ്മയോടെ ഇരുന്നാൽ വനാന്തരമാകട്ടെ കുഞ്ഞ്, നിന്റെ കഴുത്തിൽ ആരെങ്കിലും ബന്ധിക്കട്ടെ, ഒരുപക്ഷെ നീ പുറത്തു വരത്തില്ലെന്ന് ലോകം പറയട്ടെ, എന്നാൽ വരുവാനുള്ളവൻ വന്നാൽ അവൻ നിന്റെ കുടുംബത്തിന്റെ കെട്ടഴിച്ചാൽ, ഇന്ന് രാത്രി പറയണ, എൻ്റെ വിലാപങ്ങൾ നൃത്തമാക്കുവാൻ ഈ ദൈവത്തിന് കഴിയും, എൻ്റെ രട്ടിനെ മാറ്റി ഉടുപ്പിക്കുവാൻ ഈ ദൈവത്തിന് കഴിയും. ദർശനത്തിന് ദൈവം ഒരു അവധി വെച്ചിട്ടുണ്ട്. ഈ വർഷത്തിന്റെ അവസാനത്തിൽ പറയണ, വിശ്വസ്തയോടെ ആരൊക്കെ നിനക്കെതിരെ രേഖ എഴുതിയാലും, ആരൊക്കെ നിനക്കെതിരെ പരാജയം പറഞ്ഞാലും, ബാബേലിൽ നിന്റെ പരിസമാപ്തി ഉണ്ടെന്ന് പറഞ്ഞാൽ, മുട്ടുമടക്കുന്ന ദാനിയേലിന് വേണ്ടി പ്രാർത്ഥനയുടെ നടുവിൽ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ, ഈ വർഷത്തിന്റെ അവസാനം നീ മുട്ടുമടക്കി പായ്ക്കകത്ത് നിലവിളിക്കുവാൻ തുടങ്ങിയാൽ, 2020 നീ പ്രാർത്ഥിച്ചു തുടങ്ങി, പിശാച് തടഞ്ഞു വെച്ച മറുപടികൾ നിന്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് കൊണ്ടുവരുവാൻ ഈ കൺവെൻഷനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരിക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. പ്രിയ പുരുഷനെ, നീ ഭാരപ്പെടേണ്ട കാര്യമില്ല. പ്രിയ സഹോദരിയെ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി നിന്റെ മുറിക്കകത്ത് കൊണ്ടു തരുവാ എൻ്റെ ദൈവശക്തി. വിശ്വസിക്കുന്നവർക്കായി ഞാൻ എൻ്റെ ദൈവത്തെ വാഴ്ത്തുന്നു. ഈ കരം തളർന്ന കരമല്ല, ഈ കരം ഒടുങ്ങിയ കരമല്ല, ഈ കരം ഒരിക്കലും തളർന്ന കരമല്ല. നിന്റെ വിഷയത്തിൽ ഈ കരം നിന്നെ ഉയർത്തുക. ഇന്നു രാത്രി നിന്റെ കുടുംബത്തിനകത്ത് ഇറങ്ങുന്ന രാത്രിയാ. വചനമകത്തളങ്ങളിൽ ചലിക്കുന്ന ദൈവമക്കൾ ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഒരു പക്ഷേ നമ്മുടെ മുൻപിൽ ഒരു കൺവെൻഷൻ ഗ്രൗണ്ട് ഇല്ലെങ്കിൽ, മകനെ മകളെ, ആശിക്കുന്നതിൻ്റെ ഉറപ്പിന്ന് രാത്രി നിൻ്റെ ചങ്കിനകത്ത് കയറിയാൽ, വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തുന്നവനുമായ കർത്താവ് 2021 നിൻ്റെ വാഗ്ദത്തത്തിന് മറുപടി തരും. വനാന്തരത്തിനകത്ത് മരണം കാണാൻ കൊതിച്ചുകൊണ്ട് ഇനി മുൻപോട്ടുള്ള പ്രയാണത്തിനകത്ത് ഒരു അമ്മയും കുഞ്ഞ് മരണത്തിൻ്റെ വാറണ്ട് ഗമിച്ചു കൊടുക്കുമ്പോൾ, എതിരെയുള്ള ഗ്രാമത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർ പോയി കെട്ടഴിച്ചെങ്കിൽ 2020 അഭിഷേക വേലയോടെ ശുശ്രൂഷ ചെയ്യുന്ന ദൈവദാസന്മാർ നിനക്കെതിരെ നിൽക്കുന്ന ഗ്രാമത്തിനകത്ത് ചിലതിൻ്റെ കെട്ടുകൾ അഴിപ്പ. ഒരു പക്ഷെ വാതിൽ തുറക്കത്തില്ലെന്ന് പറയുന്ന സ്ഥാനത്ത് നിനക്ക് വേണ്ടി വാതിൽ തുറന്ന് നിന്നെ കൊണ്ട് പ്രാർത്ഥിപ്പിക്കുവാൻ വേണ്ടി ചില കുഞ്ഞുങ്ങളെ പരിശുദ്ധാത്മാവ് ഒരുക്കുന്നതായി ഇന്ന് രാത്രി ആത്മാവിൽ കൂടി ദൈവത്തിൻ്റെ ദാസനായ ഞാൻ ഒരു ദൂത് പറയുന്ന ഏറ്റെടുക്കുന്നതിനായി ദൈവത്തെ വാഴ്ത്തുന്നു. സ്തോത്രം. ഒന്ന്, നിന്റെ കെട്ടുകളെ അടിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. പ്രകാശത്തിലേക്ക് നിന്നെ നടത്തുവാൻ ദൈവത്തിന് കഴിയും. നീ നടക്കാത്ത പാതയിൽ കൂടി നിന്നെ നടത്തുവാൻ കഴിയും. രക്ഷയുടെ വസ്ത്രം വീണാൽ എത്താത്ത സ്ഥാനത്ത് നിന്നെ എത്തിക്കുവാൻ ദൈവത്തിന് കഴിയും. ഒരു കഴുത ഇസ്രായേലിനോടുള്ള ബന്ധത്തിൽ ഭാരം ചുമക്കുന്ന കഴുതയാണ്. പക്ഷേ യേശുനാഥൻ രക്ഷയുടെ വസ്ത്രം വിതറി പട്ടണത്തെ മുഴുവൻ ഇളക്കിക്കൊണ്ട് പോകുന്ന ഇവൻ ആർ. ഹല്ലേലൂയ. യഹോവയുടെ നാമത്തിൽ വാഴ്ത്തി വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ അത്യുന്നതങ്ങളിൽ ഓശാന. ഒരു കഴുത ഇന്ന് യെരൂശലേം ദൈവാലയത്തിൻ്റെ മുമ്പിനകത്ത് നിൽക്കുന്നു. എന്നെ കേൾക്കുന്ന പിതാവേ, മാതാവേ, സഹോദര സഹോദരി, നിൻ്റെ കുഞ്ഞ് രക്ഷപ്പെടത്തില്ലെന്ന്, നിൻ്റെ കുടുംബം രക്ഷപ്പെടത്തില്ലെന്ന്, നല്ല ഒരു ഭാവി കിട്ടത്തില്ലെന്ന്, ഒരിക്കലും ഒരു നല്ല സ്ഥലത്ത് ജോലി ചെയ്യത്തില്ലെന്ന് ആരെങ്കിലും എഴുതി വെച്ചാൽ ഈ വർഷത്തിൻ്റെ അവസാനം പറയണ ഹല്ലേലൂയ. വനാന്തരത്തിൽ കടന്ന ഒരു കഴുതയെ ദൈവാലയത്തിൻ്റെ മുൻപിൽ കൊണ്ടെത്തിക്കുവാൻ ഒരു കരം ഇറങ്ങി വന്നെങ്കിൽ ആ കരം 2021 എൻ്റെ കുഞ്ഞിന് വേണ്ടി ചലിക്ക്, എൻ്റെ കുടുംബത്തിന് വേണ്ടി ആ കരം ചലിക്ക്, എൻ്റെ പ്രാർത്ഥനാ വിഷയത്തിന് വേണ്ടി ആ കരം ചലിക്ക്.
ഹല്ലേലൂയ, ഞാൻ നീറി പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് ആ കരം ചലിക്ക് വിശ്വസിക്കുന്നവർക്കായി. യെരൂശലേമിൻ്റെ ദൈവാലയത്തിലേക്ക് യേശു വരുന്നു. അനുഗ്രഹിക്കപ്പെട്ട ഓശാന പെരുന്നാളിൽ കാലിക പ്രസക്തിയുള്ള കനകാംബീര്യമുള്ള ഒരു പ്രഭാഷണത്തെ യേശു നടത്തുന്നു. സായം സന്ധ്യയിൽ യേശു ഒലിവുമലയിൽ തനിച്ചിരിക്കുമ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ ചെന്ന് ചോദിച്ചതാ, യേശുവേ, അനുഗ്രഹിക്കപ്പെട്ട പല പ്രഭാഷണങ്ങളും അങ്ങ് നടത്തിയിട്ടുണ്ട്, പക്ഷേ അതിന് വിപരീതമായി യുഗത്തിൻ്റെ അന്ത്യത്തെപ്പറ്റിയും വരാൻ പോകുന്ന കാലത്തെപ്പറ്റിയും അങ്ങ് ഇന്ന് തെരുവായി മൊഴിഞ്ഞു. മത്തായി 24:3-4-5 തൊടുന്നില്ല. ഗുരു, അതെപ്പോൾ സംഭവിക്കും? നിൻ്റെ വരവിനും ലോകത്തിൻ്റെ അവസാനത്തിനും അടയാളം. യേശു പറഞ്ഞു, ആരും നിങ്ങളെ തെറ്റിക്കാതിരിപ്പാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ. ഞാൻ ക്രിസ്തു എന്ന് പറഞ്ഞ് അനേകം കള്ളക്രിസ്തുക്കളും കള്ളപ്രവാചകന്മാരും അന്ത്യകാലത്ത്. പക്ഷേ വരവിൻ്റെ ലക്ഷണങ്ങൾ COVID-19 പാൻഡമിക് സിറ്റുവേഷനിൽ ചില കാര്യങ്ങൾ തൊട്ടുവെക്കുന്നു. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പിളതായി ഇല തളിർക്കുമ്പോൾ വേനൽ ഇസ്രായേൽ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിൽക്കൽ. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. ഈ കോവിഡിൻ്റെ കാലത്ത് 4 കാര്യങ്ങൾ നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടു. ഒരിടത്ത് കോവിഡ് ആഞ്ഞടിക്കുമ്പോൾ മറു സൈഡിൽ ഇസ്രായേൽ തളിർക്കുന്നു. കോവിഡ് ആഞ്ഞടിക്കുമ്പോൾ ആന്റി ക്രൈസ്റ്റിന്റെ മിലിറ്ററി റെഡി, അവൻ ചിപ്പുമായിട്ട് രംഗപ്രവേശം ചെയ്യാൻ പോകുന്നു. കോവിഡ് ആഞ്ഞടിക്കുമ്പോൾ ആകാശത്തിന്റെ ലക്ഷണങ്ങൾ മാറുന്നു, കാറ്റുകൾ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഡിസംബറിന്റെ അവസാനത്തെ കൺവെൻഷന്റെ അവസാന ആഴ്ചയിൽ ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, അടുത്ത മാർച്ച് നിങ്ങൾ കാണാൻ പോകുന്നത് കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ, ഇന്നത്തെ മാർപ്പാപ്പ ഇറാഖിലേക്ക് പോകാൻ പോകുന്നു. മഹദിയാം ബാബിലോൺ മടങ്ങി വരുന്നു. ഈ തലമുറയുടെ പ്രത്യേകത. 90ാമത് കൺവെൻഷൻ ഇരിക്കുന്ന ദൈവസഭയോട് ദൈവദാസനാകുന്ന ഞാൻ പറയുന്നു, ഇത് അവസാനത്തെ തലമുറയാ. ഈ ബൈബിളിലെ പ്രവചനങ്ങൾ ഏറിയ പങ്ക് കണ്ണുകൊണ്ട് കണ്ട ഒരു തലമുറയോടാ ഈ 90ാമത് കൺവെൻഷനിൽ ദൈവദാസനാകുന്ന ഈ എളിയവൻ പ്രസംഗിക്കുന്നത്. അത്തി തളിർക്കുന്നത് നിങ്ങളുടെ കണ്ണുകൊണ്ട്, പിൻപിൽ ആന്റി ക്രൈസ്റ്റ് എഴുന്നേറ്റ് വരുന്നത് അവസാനം പറയുമ്പോൾ, മാർപ്പാപ്പ റോം വിട്ടിട്ട് 2021 മാർച്ച് നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാൻ പോകുന്ന കാര്യം ദൈവദാസനാണ് ഞാൻ പറയുന്നു. ഇറാഖിലേക്ക് പോകുന്ന മഹദിയാം ബാബിലോൺ. തീർന്നില്ല. ആകാശത്തിലെ നക്ഷത്രങ്ങളുടെ വേരിയേഷനകത്ത് ഉൽക്കകൾ പതിക്കുമ്പോൾ, സൂര്യനും ചന്ദ്രനും ഉറങ്ങാൻ പോകുമ്പോൾ ഇവിടെ 2 കാര്യം നടക്കും. ഒന്ന് യഹൂദൻ ആലയം പണിയും, മറ്റൊന്ന് അമേരിക്കയിൽ ഭരണം മാറുമ്പോൾ യെരുശലേമിനെതിരെ ആക്രമണം. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇന്നത്തെ പ്രഭാഷണം. അതിനകത്ത് ദൈവദാസൻ വായിച്ചത്, ആകാശത്തിലെ ശക്തികൾ ഇളകും, സൂര്യൻ ഇരുണ്ടു പോകും, ചന്ദ്രൻ രക്തതുല്യമാകും. തീർന്നില്ല. അത്തിവൃക്ഷം പെരുങ്കാറ്റ് ഉതിർക്കുന്നത് പോലെ നക്ഷത്രങ്ങൾ താഴെ വീഴും. ഇത് യേശുക്രിസ്തുവിന്റെ വരവിന്റെ 4 ലക്ഷണങ്ങൾ വചനത്തെ തൊട്ടുവെച്ച്. 1 യഹൂദ ലക്ഷണം, ഇസ്രായേൽ. 2 എതിർ ക്രിസ്തുവിന്റെ ലക്ഷണം. 3 പ്രപഞ്ച ലക്ഷണം, ആകാശ ഗാലക്സി, മിൽക്കി വേ ഗാലക്സി, സൂര്യൻ ചന്ദ്രൻ നക്ഷത്രങ്ങൾ. 4 ഏക ലോക മതം. കൈവിടപ്പെട്ട സഭയുടെ തലവനായി കത്തോലിക്ക സഭയുടെ അധ്യക്ഷൻ ഇറാഖിലേക്ക് പോകുന്നു, മഹദിയാം ബാബിലോൺ. ഇത് 4 ഒരേ കാലഘട്ടത്തിൽ നടക്കുന്നെങ്കിൽ ഈ തലമുറയിൽ കർത്താവ് വരാൻ പോകുന്നു. അതിനെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും ഇന്നത്തെ അമേരിക്ക ഇസ്രായേലിനെ തൊട്ടുവെക്കുമ്പോൾ ഈ പ്രഭാഷണം അവസാനിക്കും. വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിലേക്ക് ഇതേ സൂര്യൻ ചന്ദ്രൻ AD 30 ഏപ്രിൽ മാസം അവസാന വെള്ളിയാഴ്ച ഒലിവുമലയുടെ നെറുകയിൽ കാൽവറി മലയിൽ പരമയാഗമായെങ്കിൽ AD 30 ഹല്ലേലൂയ ഏപ്രിൽ മാസത്തെ ഞായറാഴ്ച ഒലിവുമലയിൽ നടത്തിയ പ്രപഞ്ചത്തെ പറ്റിയുള്ള ആകാശം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങളെ പറ്റിയുള്ള വിവരണത്തിന്റെ പൂർത്തീകരണം. പൗലോ അപ്പോസ്തലനായ യോഹന്നാൻ പത്മോസിന്റെ ഏകാന്തതയിൽ കിടക്കുമ്പോൾ വരാൻ പോകുന്ന കാലഘട്ടവും ഇസ്രായേലും അമേരിക്കയുടെ ഉയർപ്പിനെ പറ്റി അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ദൈവദാസൻ വായിക്ക് വിശുദ്ധ വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 12, 13, 14 തിരുവെഴുത്തുകൾ. വിശുദ്ധ വെളിപ്പാട് 6-ാം അധ്യായം അതിന്റെ 12, 13, 14 വാക്യങ്ങൾ വായിക്കാം. പക്ഷേ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം ഉണ്ടായി. ഇനി വരാൻ പോകുന്ന കോവിഡിന് ശേഷം ലോകത്തെ സംഭവിക്കാൻ പോകുന്ന പ്രതീക്ഷിക്കാത്ത ഭൂകമ്പങ്ങൾ, വലിയൊരു ഭൂകമ്പമുണ്ടായി. അടുത്തത്, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ഇതാ മത്തായിയിൽ യേശു തമ്പുരാൻ പറഞ്ഞത് കൂടാതെ പത്മോസിൽ യോഹന്നാനെ കാണിക്കുന്നു. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. ബ്ലഡ് മൂൺ, ചന്ദ്രൻ മുഴുവനും രക്തതുല്യമായി തീർന്നു. അടുത്തത്, അത്തിവൃക്ഷം പെരുങ്കാറ്റുകൊണ്ട് കുലുങ്ങിയിട്ട് കായുതിർക്കും പോലെ
ആകാശത്തിലെ നക്ഷത്രങ്ങൾ ഭൂമിയിൽ വീണു. ലോകം കാണാൻ പോകുന്ന കാഴ്ച, ആകാശത്തിൽ നിന്ന് ഉൽക്കകൾ വീഴാൻ കാലമായി. അടുത്തത് പുസ്തകച്ചുരുൾ ചുരുട്ടും പോലെ ആകാശം മാറിപ്പോയി. കോവിഡ് ഒന്നുമല്ല മക്കളെ, ആ കാലത്തെ കഷ്ടം. അതാ ദൈവദാസന്മാർ തുടങ്ങിയത്. ആ കാലത്തെ കഷ്ടം ലോകാരംഭം മുതൽ ഇന്ന് വരെ സംഭവിച്ചിട്ടില്ലാത്തൊരു സംഭവം, ആർക്കും പ്രവചിപ്പിക്കാൻ പറ്റാത്തൊരു സംഭവം കണ്ടെങ്കിൽ ആ കാലത്തെ കഷ്ടം കഴിഞ്ഞാൽ ഇനി സംഭവിക്കാൻ പോകുന്നത് ആകാശം ചുരുൾ പോലെ, പുകച്ചുരുൾ പോലെ, പുസ്തക ചുരുൾ പോലെ ചുരുളും. അടുത്തത് എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. മതി, എല്ലാ മലയും ദ്വീപും സ്വസ്ഥാനത്ത് നിന്ന് ഇളകിപ്പോയി. അതിൻ്റെ ഭാഗവും അമേരിക്കയും ഇസ്രയേലും പറയുമ്പോൾ പ്രഭാഷണം അവസാനിപ്പിക്കും. വിശുദ്ധ വെളിപ്പാട് പുസ്തകം 1 തേജസ്കരിക്കപ്പെട്ട ക്രിസ്തു, അധ്യായം 2 എഫെസോസ് മുതൽ 3-ാം അധ്യായം ലവോദിക്ക വരെയുള്ള സഭകൾക്കുള്ള ദൂത്, അധ്യായം 4 അനന്തര സ്വർഗത്തിലൊരു വാതിൽ തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു, മേലാൽ സംഭവിക്കാനുള്ളത് ഞാൻ കാണിച്ചു തരാം. അധ്യായം 4 കഴിഞ്ഞാൽ സഭയില്ല. അധ്യായം 6 മുതൽ കഷ്ടകാലങ്ങളിലേക്ക്, അഥവാ വിശുദ്ധ തിരുവെടുത്ത് വചനം ശരിക്ക് ദൈവസഭ പഠിക്കണം. 1-ാമത്തെ യുഗമായി ദൂതന്മാരുടെ യുഗവും, 2-ാമത്തെ യുഗമായി നിൽക്കൽമക്ഷ യുഗവും, 3-ാമത്തെ യുഗം മനസാക്ഷി യുഗവും, 4-ാം യുഗം ന്യായപ്രമാണ യുഗവും, 5-ാം യുഗം സങ്കലന യുഗവും, 6-ാം യുഗമായ കൃപായുഗം കഴിഞ്ഞാൽ ഇവിടെ ഒരു കഷ്ടം വരും. ആ കഷ്ടത്തിന്റെ പേര് 7 ഉപദ്രവം, 8 മഹോപദ്രവം, 9 1000 ആണ്ട് വാഴ്ച, 10 നിത്യത. ഇതാ ബൈബിളിന്റെ തനിമ, ഇതാ ബൈബിളിന്റെ നൈർമല്യത, ഇതാണ് ബൈബിളിന്റെ വൈശിഷ്ട്യത. പ്രിയ ദൈവ കുഞ്ഞുങ്ങളെ, ആ കാലത്തിലെ കഷ്ടം കഴിഞ്ഞതിന് ശേഷം സഭ എടുക്കപ്പെട്ടാൽ ദാണ്ട് ഇപ്പം തന്നെ ആന്റിക്രൈസ്റ്റിന്റെ മിലിറ്ററി ആന്റിക്രൈസ്റ്റ് കയറാനിരിക്കുക. വിശുദ്ധ വെളിപ്പാട് 1-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ, കുഞ്ഞാട് മുദ്രകളിൽ 1 പൊട്ടിച്ചപ്പോൾ വെള്ളക്കുതിര, കുഞ്ഞാട് മുദ്രകളിൽ 2-ാമത് പൊട്ടിച്ചപ്പോൾ ചുവന്ന കുതിര, മനുഷ്യൻ അന്യോന്യം കൊല്ലുവാൻ. കുഞ്ഞാട് മുദ്രകളിൽ 3-ാമത് പൊട്ടിച്ചപ്പോൾ കറുത്ത കുതിര, ഇന്നത്തെ GST വാറ്റ്. 4-ാമത്തെ സംഭവമാ ഇന്നത്തെ മഹാവ്യാധി. 5-ാമത്തെ മുദ്ര പൊട്ടിച്ചപ്പോൾ പീഡാകാല രക്തസാക്ഷികളുടെ 6-ാം മുദ്രയാ പ്രപഞ്ചത്തെ കാണിക്കുന്നത്. ഇതാ മത്തായി 24 യേശുനാഥൻ ഒലിവുമലയിൽ ശിഷ്യന്മാരോട് പറഞ്ഞത്. ഒന്നുകൂടി പത്മോസിനകത്ത് വയോധികനായ യോഹന്നാന് വെളിപ്പെടുത്തിയതാ ദൈവദാസൻ വായിച്ചത്. 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പം, സൂര്യൻ കരിമ്പടം പോലെ കറുത്തു, ചന്ദ്രൻ രക്തതുല്യമായി, അത്തിവൃക്ഷം പെരുങ്കാറ്റുതിർക്കുന്ന പോലെ ആകാശത്തിലെ നക്ഷത്രങ്ങൾ താഴേക്ക് വീണു, സകല മലയും ദ്വീപും സ്വസ്ഥാനത്തിളകിപ്പോയി. ഈ ഭാഗത്തെ എടുത്തു വെച്ചുകൊണ്ട് 3 കാര്യം പറയുമ്പോൾ പ്രഭാഷണം അവസാനിക്കും. 1 ബ്ലഡ് മോൺ റിലേറ്റഡ് ടു ഇസ്രായേൽ, 2 അമേരിക്ക എങ്ങനെ ഉത്ഭവിച്ചു, 3 ഇന്നത്തെ അമേരിക്കയും ഇസ്രായേലും എങ്ങനെ പോകും, അങ്ങനെയെങ്കിൽ അമേരിക്ക പിൻവലിയുമ്പോൾ ഇസ്രായേൽ എന്ത് സംഭവിക്കും, 4 കാര്യം തീരുമ്പോൾ ഈ പ്രഭാഷണം കൃത്യമായി അവസാനിക്കും. വിശുദ്ധ വെളിപ്പാട് പുസ്തകത്തിൽ 6-ാം മുദ്ര, നാം പാർക്കുന്ന ഭൂമി നിങ്ങൾക്ക് ഏവർക്കും അറിയാം. 7 കോണ്ടിനകത്തിനകത്ത് നാം പാർക്കുന്ന ഭൂമി 23.5 ഡിഗ്രി സെൻറ്റിഗ്രേഡിൽ ആകാശഗംഗ ഗാലക്സിയിലെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ഗ്രഹമായ മിൽക്കി വേ ഗാലക്സിയിൽ ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം, ശനി, യുറാനസ്, നെപ്റ്റ്യൂൺ, പ്ലൂട്ടോ അങ്ങ് പോയി ഭൂമിയിൽ നാം പാർക്കുന്നു. 7 കോണ്ടിനെൻറ്റും 262 രാഷ്ട്രങ്ങളും. അങ്ങനെയെങ്കിൽ ഭൂമിയെപ്പറ്റി പഠിക്കുമ്പോൾ തന്നെ ഭൂമിക്ക് 3 തട്ടുകളുണ്ട്. 1-ാമത്തെ തട്ട് ക്രിസ്റ്റ്, 2-ാമത്തെ തട്ട് മാൻഡേഡ്, 3 കോർ. 1-ാമത്തെ തട്ടിൻ്റെ പ്രത്യേക അല്പ സയൻസ് തൊട്ട് വെച്ചെങ്കിലേ ബ്ലഡ് ബോണിലേക്ക് കയറാൻ പറ്റൂ. 1-ാമത്തെ തട്ടിൻ്റെ പേര് ക്രിസ്റ്റ്. 80 കിലോമീറ്റർ താഴെ വീട് വെക്കാൻ, വെള്ളം കുടിക്കാൻ, ഭവനം വെക്കാനല്ല, 80 അടി കഴിഞ്ഞാൽ 2000 കിലോമീറ്റർ വലിപ്പത്തിൽ 2-ാമതൊരു തലമുണ്ട്. അതിൻ്റെ പേര് മാൻഡേഡ്, കട്ടിയുള്ള പ്രതലം. മാൻഡിൻ്റെ അടി സ്വർഗത്തിലെ ദൈവം ഒരു സാധനത്തെ വെച്ചിട്ടുണ്ട്. അതിൻ്റെ പേര് ഭൂമിയെ ദൈവം അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചു. അതിൻ്റെ പേര് ടെക്ടോണിക് പ്ലേറ്റ്. തീർന്നില്ല, അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്ഥലമുണ്ട്, കോർ. ഇയ്യോബ് എഴുതി വെച്ചിട്ടുണ്ട്, ഭൂമിയുടെ അധോഭാഗം തീ കൊണ്ടെന്ന പോലെ തിളച്ചു മറിയുന്നു, ഇരുമ്പും നിക്കലും ഭൂമിയുടെ 3 ഘടകം. അങ്ങനെയെങ്കിൽ ഉൽപ്പത്തി പുസ്തകം 1, 2, 3 നമ്മളാരും വായിക്കത്തില്ലല്ലോ. ഉൽപ്പത്തി 1 പ്രപഞ്ചം, ഉൽപ്പത്തി 2 മനുഷ്യൻ, ഉൽപ്പത്തി 3 പാപം. ഉൽപ്പത്തി 1 നാം കടന്നു വരുമ്പോൾ ടേ ഉണ്ടാകട്ടെ, ഉളവാകട്ടെ, ഉരുവാകട്ടെ കുറേ വെടികള. അതിൽ ഉൽപ്പത്തി 1:16 പകൽ വാഴുവാൻ സൂര്യൻ,
തീർന്നില്ല. രാത്രി വാഴുവാൻ വലിപ്പവും വെളിച്ചവും കുറവുള്ള ചന്ദ്രൻ. അങ്ങനെയെങ്കിൽ ആകാശത്തിൻ്റെ ശക്തികൾ ഇനി ഭൂമിയിലേക്കും ആകാശത്തിലേക്കും ബ്ലഡ് മൂണിലേക്കും കടക്കുക, സയൻസിലേക്ക്. എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ, ആകാശത്തിന് തട്ടുകളുണ്ടോ? പഴയ കാലത്ത് അപ്പച്ചന്മാരൊക്കെ പാടുമായിരുന്നു, ആകാശത്തിന് ശക്തി ഇളകുന്നതിനാൽ ഭൂമിയിൽ എന്ത് സംഭവിക്കും. സ്വോത്രം. ഇന്ന് പാട്ടൊന്നുമില്ലല്ലോ ദൈവസകൾ. ആകാശത്തിന് 7 തട്ടുകളുണ്ട്. ഒന്നാമത്തെ തട്ടിൻ്റെ പേരാ സ്ട്രാറ്റോസ്ഫിയർ. ശ്രദ്ധയോടെ സയൻസൂടെ പോയി അമേരിക്കയിലേക്കോ ഇസ്രായേലിലേക്കോ മടങ്ങി വരുന്നത്. ഒന്നാമത്തെ തട്ട് സ്ട്രാറ്റോസ്ഫിയർ. സ്ട്രാറ്റോസ്ഫിയറിനകത്ത് ലോത്തിൻ്റെ കാലത്ത് കർത്താവ് സൾഫറും ഫോസ്ഫറസും എടുത്തത്. നമ്മളിപ്പോൾ സൺഡേ സ്കൂളൊന്നും പഠിക്കാറില്ല, നമുക്ക് അനുഗ്രഹം മതിയല്ലോ. ഉൽപ്പത്തി ലോത്തിൻ്റെ കാലമൊക്കെ ഒന്ന് വായിച്ചു നോക്കണം. കർത്താവ് അമേരിക്കയുടെ നിന്ന് ക്ലസ്റ്റർ എടുത്തില്ല, ഇസ്രായേലിൽ നിന്ന് ആറ്റം എടുത്തില്ല, പിന്നെ ഇന്ത്യയുടെ റഫാൽ യുദ്ധവുമാനം എടുത്തില്ല. അന്നത്തെ കാലത്ത് ആകാശത്തിൻ്റെ ഒന്നാമത്തെ തട്ട് തമ്പുരാനൊന്ന് തുറന്നിട്ടപ്പോൾ സോതോമിനെ കത്തിച്ച് കളഞ്ഞു. സൾഫർ, ഫോസ്ഫറസ്, സ്ട്രാറ്റോസ്ഫിയർ തൊടുന്നില്ല. രണ്ടാമത്തതാ ഓസോൺ. സൂര്യൻ്റെ ചൂട് ഭൂമിയിലേക്ക് വരുമ്പോൾ മനുഷ്യൻ്റെ ശരീരത്തിൽ അടിക്കാതിരിക്കാൻ സ്വർഗത്തിലും വെച്ച ദൈവം വെച്ച കണ്ണാടി ലെയറാണ് ഓസോൺ ലെയർ. 1,76,000 കിലോമീറ്റർ കോട പോലെ അവൻ കീറിക്കഴിഞ്ഞു. 2 ഓസോൺ കഴിഞ്ഞിട്ട് അടുത്ത തട്ടുകളുണ്ട്. സ്ട്രാറ്റോസ്ഫിയർ, ഓസോൺ, ട്രോപ്പോസ്ഫിയർ, അയണോസ്ഫിയർ, മിസോസ്ഫിയർ, തെർമോസ്ഫിയർ, എക്സോസ്ഫിയർ. ഇത് ആകാശത്തിൻ്റെ തട്ടുകൾ. ഇത് കണ്ടിട്ട് പണ്ടത്തെ അപ്പച്ചന്മാർ ദൈവസഭയെ പാടി ആകാശത്തിൻ ശക്തി ഇളകുന്നതിനാൽ. സ്വോത്രം. ഈ കാണുന്ന അമ്പിളിയമ്മാച്ചനും ആകാശവുമല്ല, സയൻസ് പഠിക്കുന്നവർക്ക് അറിയാം ആകാശം. തീർന്നില്ല. ആകാശം കഴിഞ്ഞാൽ മിൽക്കി വേ ഗാലക്സി, കോടാനുകോടി ഗ്രഹങ്ങൾക്കപ്പുറം മറ്റൊരു പുള്ളിക്കാരനുണ്ട്, അവൻ്റെ പേരാ സൂര്യൻ. സൂര്യനെ പറ്റി തെക്കേ വീട്ടിലെ സൂര്യൻ ചേട്ടനുമല്ല, പടിഞ്ഞാറ് വീട്ടിലെ സൂര്യൻ മോളുമല്ല, യഥാർത്ഥ സൂര്യൻ. സൂര്യനകത്ത് 3 ഘടകമുണ്ട് സ്വർഗത്തിലെ ദൈവം. ആ 3 ഘടകത്തിൻ്റെ പേരാ ക്രോമോസ്ഫിയർ, പ്രോട്ടോസ്ഫിയർ, കൊറോണ. ആരാണ്ട് പറയുന്നത് സൂര്യനെ ആരാണ്ട് രാവിലെ കൽക്കരി വാരിയിട്ട തീ പറ്റിക്കുന്നതെന്ന്. ഇതൊന്നുമല്ല സംഭവിക്കുന്നത്. സയൻസും ബൈബിളും അക്കമിട്ട് മനസ്സിലാക്കണം. എന്താ സംഭവിക്കുന്നതെന്നറിയാമോ? നിർണായകമായ സംഭവം നിങ്ങൾ മനസ്സിലാക്കണം. സൂര്യനകത്ത് സ്വർഗത്തിലെ ദൈവം ഒരു വാതകത്തെ വെച്ചിട്ടുണ്ട്. അവൻ കത്തുന്നുണ്ട്. ഹീലിയം. 1 മിനിറ്റിൽ 40 ടൺ ഹീലിയ കത്തുന്നത്. ആ കത്തുന്നതിൻ്റെ പ്രകാശമാണ് ഇങ്ങോട്ട് അടിക്കുന്നത്. 3 ഘടകം. കൊറോണയിലായത് കത്തുന്നത്. തേങ്ങ പൊതിച്ചാൽ 3 കാര്യം കിട്ടും: തൊണ്ട, ചിരട്ട, അത് കഴിഞ്ഞിട്ട് തേങ്ങാപ്പൂള്. സ്വോത്രം. നാടൻ ഭാഷയെ പറഞ്ഞ അതുപോലെ സൂര്യനകത്ത് 3 ഘടകമുണ്ട്. 1 പ്രോട്ടോസ്ഫിയർ, 2 ക്രോമോസ്ഫിയർ, 3 കൊറോണയിലെ വെളിച്ചം ഭൂമിയിലോട്ട് അടിക്കുന്നത്. അതാ ഉൽപ്പത്തി 1:16. പകൽ വാഴുവാൻ ഭൂമി, പകൽ വാഴുവാൻ വെളിച്ചത്തിന് വേണ്ടി സ്വർഗത്തിലെ ദൈവം സൂര്യന്, രാത്രി നിലാചന്ദ്രൻ. ഇതിലേക്ക് ഇസ്രായേലിലേക്കും അമേരിക്കയിലേക്കും കടന്നു വരുന്നത്. കുഞ്ഞുങ്ങളെ, 1 മിനിറ്റിനകത്ത് കോടിക്കണക്കിന് ടൺ ഹൈഡ്രജൻ കത്തുക. ഈ ഹൈഡ്രജൻ കത്തി ഇപ്പം സൂര്യനകത്ത് ഹീലിയമായി കിടക്കുന്നത്. ഹൈഡ്രജനാണ് കത്തുന്നത് ഹൈഡ്രജൻ. 1 മിനിറ്റ് കത്തിയാൽ കിട്ടുന്ന വാതകത്തിൻ്റെ പേര് ഹീലിയം. ഇന്ന് ഈ കത്തിയ വാതകം അവിടെ കിടക്കുക. നമ്മൾ സാധാരണ വാഹനം ഓടിക്കുന്നവരാ. വാഹനം ഓടിക്കുമ്പോൾ കൃപ പ്രാപിച്ച ദൈവമക്കളെ, നമ്മൾ ഒഴിക്കുന്ന പെട്രോൾ കത്തുന്നത് പുക രൂപത്തിൽ കാർബൺ ഔട്ട്സൈഡായി പോകുന്നത് പോലെ സൂര്യനകത്തുനിന്ന് കത്തുന്ന ഹൈഡ്രജൻ എന്ന് ഹീലിയമായി കിടക്കുക. ഹീലിയമായി കിടക്കുന്നത് സൂര്യകളങ്കം. പത്രത്തിനകത്ത് സൂര്യന് കളങ്കം എന്ന് പറയുമ്പോൾ പലരും പറയും തീവ്രവാദി കയറി. തീവ്രവാദിയല്ല. സൂര്യനകത്ത് ഈ ഹീലിയം കിടക്കുന്നത്. ആ ഹീലിയം കിടക്കുന്നത് ചില സ്ഥലത്ത് ഇങ്ങനെ ഭൂമിയുടെ അച്ചുതണ്ടിൽ ഈ സൂര്യനുമായിട്ടുള്ള അട്രാക്ഷൻ വരും. ആ അട്രാക്ഷൻ വരുമ്പോൾ ഈ ഹീലിയത്തിൻ്റെ ഭാഗം പിടികിട്ടത്തില്ല. ഭൂമിക്കുണ്ടാകുന്ന പ്രതിഭാസമാ ഭൂകമ്പം. കണ്ടോ? അതാ പറഞ്ഞ 6ാം മുദ്ര പൊട്ടിച്ചപ്പോൾ വലിയൊരു ഭൂകമ്പമുണ്ടായി. ഭൂകമ്പം ഉണ്ടാകുന്നത് എന്താണെന്ന് നിങ്ങൾ ദൈവസന്നിധിയിൽ മനസ്സിലാക്കിക്കോണം. ഭൂമിയെ ദൈവം അതിൻ്റെ അടിസ്ഥാനങ്ങളിൽ നിർമ്മിച്ചിരിക്കുന്നു. അതാ പ്ലേറ്റ്. 1ാമത്തെ പ്ലേറ്റ് ഏതാണെന്നറിയാമോ? ഇന്ത്യ പ്ലേറ്റ് എന്ന് പറയുന്ന കന്യാകുമാരി മുതൽ കാശ്മീർ വരെ ഒരു പ്ലേറ്റ് കിടപ്പുണ്ട്. അതാണ് പേരാ ഈ സൗത്ത് പോൾ അഥവാ കറക്റ്റായ ഒരു പ്ലേറ്റ്. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ. ഡൽഹി കുലുങ്ങിയാൽ കൊച്ചി കുലുങ്ങ്, കൊച്ചി കുലുങ്ങിയാൽ കൊട്ടാരക്കര കുലുങ്ങ്, കന്യാകുമാരി കുലുങ്ങിയാൽ തിരുവനന്തപുരം കുലുങ്ങ്. ഈ ഒരു പ്ലേറ്റിനകത്ത് കന്യാകുമാരി മുതൽ കാശ്മീർ വരെ. 2ാമത്തെ പ്ലേറ്റ് ടിബറ്റൻ പ്ലേറ്റ്, ഡൽഹി മുതൽ ബർമ, റംഗൂൺ വരെ. അത് കഴിഞ്ഞിട്ട് വേറൊരു പ്ലേറ്റ് ഉണ്ട്. ഹിമാലയത്തിൻ്റെ അടിയിൽ കൂടെ ബ്രിട്ടനിൽ വരെ പോകുന്ന വേറൊരു പ്ലേറ്റ് ഉണ്ട്. ഈ പ്ലേറ്റുകളൊക്കെ തങ്ങളിൽ കൂട്ടിയിടിക്കുമ്പോഴാണ് ഇറാൻ കുലുങ്ങുമ്പോൾ ദുബായ് കുലുങ്ങും, ദുബായ് കുലുങ്ങുമ്പോൾ കൊച്ചി കുലുങ്ങും. ഇതെല്ലാം ഒറ്റ പ്ലേറ്റിനകത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് യെശയ്യാ പ്രവചനം പറയുന്നത് ഭൂമി പടുപട പൊട്ടുന്നു, കിടുകിട കീറുന്നു, മത്തനെ പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു, അത് വീഴും. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ നാം ചവിട്ടിയിരിക്കുന്ന ഭൂമി വീഴും. ഇനി വരാൻ പോകുന്ന സംഭവമായി പറയുന്നത്, എന്നെ കേൾക്കുന്ന വചനം കേൾക്കുന്ന ദൈവമക്കള്, ഈ സൂര്യൻ്റെ പ്രകാശം ഭൂമിയിലേക്ക് വരുമ്പോൾ അതിനെ തടയിടാൻ ഒരു ഓസോൺ ലെയർ വെച്ചിട്ടുണ്ട്. ആ ഓസോൺ ലെയർ കീറിയത് കൊണ്ട് വെളിരാജ്യത്തെല്ലാം ഇന്ന് ഗ്ലോബൽ വാർമിംഗ്
ആഗോള താപനം. ദൈവം ഭൂമിക്ക് വെച്ച ചൂട് 17, ഇന്ന് കൊട്ടാരക്കരയിൽ അടിക്കുന്ന 35, കൊച്ചി 38, സൗദി അറേബ്യ 48, ദുബായിൽ 46, മസ്കറ്റിൽ 50, കുവൈറ്റിൽ 50. കുവൈറ്റുകാർ പേടിച്ചിരിക്കുക. ആ ഓസോൺ മുഴുവൻ കീറിയിട്ട് റോഡിലിറങ്ങിയ അച്ഛൻ്റെ അമ്മാമ്മയുടെ മുതുവത്ത് പൊള്ളലടിക്കും. കണ്ടില്ലേ? സ്വോത്രം. ഈ പൊള്ളലടിക്കുന്ന മാത്രമല്ല, ഗ്ലോബൽ വാർമിംഗ്, മനുഷ്യൻ തീർന്നു പോവും. എന്താ തീർന്നു പോകുന്നത്? ക്യാൻസറിനേക്കാളും വലിയ ലേസർ റേഡിയേഷനാണ്, സൂര്യൻ്റെ റേഡിയേഷൻ. അതിൻ്റെ പേരാ CMI, കൊറോണൽ മാസ് ഇജക്ഷൻ. അച്ഛനും അമ്മയും ബൈക്കിൽ പോകും, ഹെൽമറ്റൊന്നുമില്ല. അമ്മാമ്മയുടെ ശ്വാസകോശത്തിൽ ഒറ്റയടി അടിച്ചാൽ കുഴഞ്ഞു വീണ് മരിക്കും. കർത്താവിന് മനുഷ്യനെ കൊല്ലാൻ ബോംബൊന്നും വേണ്ട മക്കളെ. CMI അഥവാ കൊറോണൽ മാസ് ഇജക്ഷൻ ദൈവത്തിൻ്റെ ആയുധശാല ഒന്ന് തുറന്നാൽ ഇവിടുത്തെ കൊറോണയും വേണ്ട, കോവിഡും വേണ്ട. ഇന്ന് രാത്രി പ്രഭാഷണം ശ്രദ്ധിക്കുന്ന ദൈവമക്കളെ, അനുഗ്രഹത്തിൻ്റെ ദൈവം മാത്രമല്ല, ന്യായവിധിയുടെ കൂടെ ദൈവം. സ്വതവും കണ്ടില്ലേ? ഒരു പച്ച പുല്ല് പോലും ഇല്ലാതെ കത്തിച്ച് കളഞ്ഞില്ലേ? അങ്ങനെയെങ്കിൽ CMI ഓസോൺ ലെയർ കയറി. ഇന്ന് ഇന്ത്യയുടെ പ്രധാനമന്ത്രി മോഡി സാർ, ഫ്രാൻസിന്റെ പ്രധാനമന്ത്രി, എല്ലാവരും പോകുന്ന ഈ പ്രശ്നത്തിലാണ്. അങ്ങനെ ഒരു കാലഘട്ടത്തിനകത്ത് എത്തിയിരിക്കുന്നു. ഗ്ലോബൽ വാർമിംഗ്. ഇനിയുള്ള സയൻസിലേക്ക് കടന്നാൽ ഈ ഹീലിയം കത്തി, ഹൈഡ്രജൻ കത്തി ഹീലിയമായി പിടികിട്ടുന്നില്ല. പിടികിട്ടാതിരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? ആ സമയത്ത് ഹീലിയമുള്ള ഭാഗത്തിൽ ഈ അട്രാക്ഷൻ കിട്ടാതെ വരും. ഭൂമിയുടെ ആകർഷണത്തിലാണ്, സൂര്യൻ്റെ ആകർഷണത്തിലാണ് ഭൂമി നിൽക്കുന്നത്. സയൻസ് ഒരിക്കൽ കൂടി, സെൻറ്റർ സിറ്റുവേറ്റഡ് ദ സൺ, ദ റൈസ് കം ടു ദ എർത്ത്, ഡൈവേർട്ടഡ് ടു ദ മൂൺ. ഈ ചന്ദ്രനകത്ത് വെട്ടം കൊടുക്കാൻ ജനറേറ്ററും ഇല്ല, പവർ യൂണിറ്റും ഒന്നുമില്ല. സയൻസ് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ശ്രദ്ധയോടെ ഇരിക്കണം. പകൽ വാഴുവാൻ സൂര്യൻ, രാത്രിയിൽ നിലാവെളിച്ചമായി ചന്ദ്രൻ. ഒരു ത്രികോണം എടുത്തതുപോലെ സെൻറ്റർ സിറ്റുവേറ്റഡ് ദ സൺ, ദ റൈസ് കം ടു ദ എർത്ത്, ഭൂമിയിൽ പ്രകാശം. ഈ പ്രകാശം ഡൈവേർട്ട് ചെയ്യും, രാത്രിയിൽ നിലാചന്ദ്രൻ. അങ്ങനെയെങ്കിൽ ഈ സൂര്യൻ ഉറങ്ങാൻ പോയാൽ എന്ത് സംഭവിക്കും? സ്വോത്രം. സൂര്യൻ ഉറങ്ങാൻ പോയാൽ എന്ത് സംഭവിക്കും? സൂര്യൻ ഉറങ്ങാൻ പോയാൽ ഭൂമിക്ക് പ്രകാശം കിട്ടത്തില്ല. അതുകൊണ്ടല്ലേ ദൈവവചനം പറയുന്ന അന്ധകാരം ഭൂമിയെയും ബാക്കി മിണ്ടത്തില്ല, കൂരിരുട്ട് ജാതികളെയും. ക്ലിയർ. അങ്ങനെയെങ്കിൽ സൂര്യൻ ഉറങ്ങിയാൽ ഭൂമിക്ക് പ്രകാശം കിട്ടത്തില്ല. ഭൂമിക്ക് പ്രകാശം കിട്ടാതെ ഇരിക്കുമ്പോൾ അടുത്ത വിഷയം ഉണ്ടാകും. സൂര്യൻ്റെ ഭൂമിയുടെ ആകർഷണത്തിലായി സാറ്റലൈറ്റിനെ നിർത്തിയേക്കുന്നത്. ഇൻസാറ്റ് 1, ഇൻസാറ്റ് 2 കാലാവസ്ഥ നിർണ്ണയിക്കുന്ന സാറ്റലൈറ്റ്. സൂര്യൻ പ്രകാശത്തിക്കത്തില്ലെന്നുണ്ടെങ്കിൽ, ഭൂമിയിലേക്ക് വെട്ടം കിട്ടത്തില്ലെങ്കിൽ, സാറ്റലൈറ്റിൻ്റെ നിലനിൽപ്പ് താഴേക്ക് വീഴും. നാട്ടുമാവിൽ നിന്ന് മാങ്ങ വീഴുന്നത് പോലെ. പണ്ടതൊന്നും പ്രസംഗിച്ചാലേ ആൾക്കാരേക്കത്തില്ല. ദാ കിടക്കുന്നു ഈ പ്രപഞ്ചം ചുട്ടുപഴുത്ത് ചുരുങ്ങിയ ഗോളമാകുമ്പോൾ നക്ഷത്രങ്ങൾ കൂട്ടിയിടിക്കുക. സ്റ്റാർ വാർസ്. സ്വോത്രം. സൂര്യൻ ഉറങ്ങിയാൽ നിങ്ങൾക്കറിയാമോ, 4 സെൻറ്റിമീറ്റർ മുതൽ 765 കിലോമീറ്റർ നീളമുള്ള ഉൽക്ക ആകാശത്തിൽ കിടപ്പുണ്ട്. പൊന്നമ്മ സിസ്റ്റർ നാട്ടുമാങ്ങ കുലുക്കുന്നത് പോലെ ഉൽക്ക വീഴുമോന്ന്. അതിൻ്റെ അർത്ഥമാ വെല്ലൂരിൽ, ചെന്നൈക്കടുത്ത് നമ്മുടെ വെല്ലൂർ മെഡിക്കൽ കോളേജിനകത്ത് മനുഷ്യനെ കൊന്നു ഉൽക്ക ആകാശത്തിൽ കിടപ്പുണ്ട് മക്കളെ. ദൈവസഭ ഇവിടെ നിന്ന് മാറ്റപ്പെട്ടാൽ 100 കണക്കിന് ഉൽക്ക ആകാശത്തിൽ കിടപ്പുണ്ട്. സ്വോത്രം. അത് വീഴാൻ കാലമായി. പലരും പ്രസംഗം കേൾക്കുമ്പോൾ ചോദിക്കും, പാസ്റ്ററെ എന്താ അത് വീഴാത്ത? ഞങ്ങൾക്ക് ചങ്കത്ത് കൈവച്ച് പറയും, രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കൾക്ക് ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഈ ഉൽക്ക വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. രക്ഷാനിർണയം പ്രാപിച്ച ദൈവമക്കൾ ഭൂമിയിൽ ഉള്ളിടത്തോളം കാലം ഈ ഉൽക്ക വീഴാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. സ്വോത്രം. തീർന്നില്ല. സൂര്യനൊന്ന് ഉറങ്ങിയാലേ ഭൂമിക്ക് പ്രകാശം കിട്ടത്തില്ല. ആ സമയത്ത് നക്ഷത്രങ്ങൾ കൂട്ടിയിടിക്കും. അതിൻ്റെ പേരാ വീട്ടിൽ കൊച്ചുങ്ങൾ അമ്മച്ചിമാരെയൊക്കെ കാണിക്കണം, പെമ്പിള്ളാരെ കാണിക്കും. ദാണ്ടെ നക്ഷത്ര സ്ഫോടനം, സ്റ്റാർ വാർ, ലോകത്തെ തീർക്കുവാൻ. അർത്ഥം, ട്രെയിൻ ട്രാക്ക് തെറ്റിയോലെ നക്ഷത്രങ്ങൾ കൂട്ടിയിടിച്ചത് തീരും. വളരെ നിർണായകമായ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ബ്ലഡ് മൂണിലേക്ക് കടക്കാം. എന്താ അടുത്ത നിർണായകമായ കാര്യം? ഇപ്പോൾ സൂര്യൻ്റെ അടുത്ത് നിൽക്കുന്ന വ്യാഴം, ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ, വ്യാഴം. നാസ പറയുന്നു വ്യാഴം നമ്മുടെ വീട്ടിലുള്ള വല്യപ്പച്ചൻ്റെ ഒരു സൈഡ് പരാലൈസ് വന്നതുപോലെ വാക്കറിനകത്താ വ്യാഴം ഒന്ന്. സ്വോത്രം. കാര്യം പോയി കിട്ടി. വല്യപ്പച്ചൻ ഇങ്ങനെ പോകുമ്പോൾ വാക്കർ പോയ അപ്പച്ചൻ്റെ കാര്യം പോക്ക. അതുകൊണ്ട് വാക്കറെ പിടിച്ച് കിടക്കുക. ഇന്നത്തെ വ്യാഴം വാക്കറെ പിടിച്ച് നടന്നുകൊണ്ടിരിക്കുക. കൃപയാൽ നാം ഇവിടെ ആയിരിക്കുന്നുണ്ട്. ഈ വ്യാഴത്തിൻ്റെ വാക്കറ പോയാൽ അവൻ അന്ന് ഭൂമിയെ കയറി പിടിച്ച ഭൂമിയുടെ കാര്യം തീർന്നോ? തീരാൻ പോവാ ഇതെല്ലാം.
അങ്ങനെയെങ്കിൽ 6-ാം മുദ്ര പൊട്ടിച്ചപ്പോൾ ഭൂകമ്പം, ആകാശം കൊടുമുഴക്കത്തോടെ തീർന്നില്ല. സൂര്യൻ ഇരുളും, ചന്ദ്രൻ രക്തതുല്യമാകും, അത്തിവൃക്ഷം പെരുങ്കാറ്റുതിർക്കുന്നത് പോലെ ആകാശത്തിൽ നിന്ന് നക്ഷത്രങ്ങൾ താഴേക്ക് വീഴും. കേരളക്കാർക്ക് പണ്ട് അറിയത്തില്ലായിരുന്നു. പ്രായമുള്ള പാസ്റ്റർമാർ അവിടെ ഇരിക്കുന്ന പലരും 1975 മേലോട്ട് പോയ ഒരുത്തൻ താഴോട്ട് വീണ്. വല്ലവർക്കും അതിനെപ്പറ്റി ഓർമ്മയുണ്ടോ? സ്കൈലാബ്, അങ്ങനെ ഒരു സാധനം ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? ദൈവദാസന്മാരെ, നിങ്ങൾ ഓർക്കണം, 1975 എൻ്റെ ചെറുപ്രായത്തിലും നിങ്ങളെപ്പോലുള്ളവരെയും പ്രസംഗം കേൾക്കുന്ന അച്ചായനും അമ്മാമയും എല്ലാം ചാക്കും പതച്ച് കട്ടിലിൻ്റെ കീഴിൽ കയറി. സാമ്പിൾ 1975 സ്കൈലാബ്. വെല്ലൂരിൽ അവൻ്റെ ചേട്ടൻ വീണ്, തോമാച്ചായനും അവറാച്ചായനും ഒക്കെ വീണുകൊണ്ടിരിക്കുക. ഇനി കുഞ്ഞച്ചായനും പൊന്നച്ചായനും ഒത്തിരി മേളിൽ കിടപ്പുണ്ട്. അമ്മാമേ, അച്ചായ, അതെല്ലാം താഴെ വീഴും. തീരാൻ പോവുക ലോകം. കോവിഡിന് ശേഷം ആ കാലത്തെ കഷ്ടം കഴിഞ്ഞ് ആകാശം ഇരുളാകും, പുസ്തക ചുരുൾ പോലെ ചുരുള്, സൂര്യൻ പ്രകാശം തരത്തില്ല, ചന്ദ്രൻ രക്തതുല്യമാകും. ഒരിക്കൽ കൂടി സയൻസിലേക്ക്. ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു ഇസ്രായേൽ, ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു അമേരിക്ക, ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു ദ സിനഗോഗ് സിറ്റുവേറ്റഡ് ഇൻ ഇസ്രായേൽ. The center, sun, the rays come to the earth, diverted to the moon. സൂര്യന് പ്രകാശം ലഭിക്കാതെ ഹീലിയത്തിനകത്ത് ഇടുമ്പോൾ ഭൂമിക്ക് വെട്ടം കിട്ടത്തില്ല. അന്ന് ചന്ദ്രനിൽ ഉണ്ടാകുന്ന പ്രതിഭാസത്തിന്റെ പേരാ ബ്ലഡ് മൂൺ, രക്തചന്ദ്രൻ. എന്താ രക്തചന്ദ്രൻ? പിള്ളേർ സ്കെച്ച് വരയ്ക്കുന്നതല്ല. സൂര്യന് ഭൂമിയിലേക്ക് പ്രകാശം കൊടുക്കാതെ ഇരിക്കുമ്പോൾ, ഭൂമിയിൽ അന്ധകാരമാകുമ്പോൾ, അന്ന് ചന്ദ്രനകത്തുള്ള പ്രതിഭാസത്തിന്റെ പേര് രക്തചന്ദ്രൻ. 4 രക്തചന്ദ്രനും അമേരിക്കയും ഇസ്രയേലും. ഇന്നത്തെ കാര്യം പറയുമ്പോൾ കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും. ശ്രദ്ധയോടെ ഇരിക്കണം. 1-ാമത്തെ രക്തചന്ദ്രൻ 1548 ഏപ്രിൽ മാസം 14-ാം തീയതി ആകാശത്ത് രക്തചന്ദ്രൻ. ലോകത്തിന്റെ 5 വൻകരകളിലേക്ക് യഹൂദൻ ചിറകി കിടക്കാം. അന്ന് കടലിന്റെ നാവിഗേഷൻ പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. അവന്റെ പേര് ക്രിസ്റ്റഫർ കൊളംബസ്. എന്തുകൊണ്ട് അമേരിക്കയെ ദൈവം നിലനിർത്തിയെന്ന ഇന്ന് രാത്രി ദൈവത്തിന്റെ ദാസൻ ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കണം. അമേരിക്കയ്ക്ക് ബൈബിളിനകത്ത് ഒരു കാര്യവുമില്ല. അമേരിക്കയെ പറ്റി ഒറ്റയിടത്തും പറഞ്ഞിട്ടില്ല. ഇസ്രയേലിനെ നിലനിർത്താൻ വേണ്ടി ദൈവം കൊടുത്തത് അമേരിക്ക. 1548 ഏപ്രിൽ മാസം 14-ാം തീയതി, ഹല്ലേലൂയ, പെസഹ വ്യാഴം, ആകാശത്തിൽ രക്തചന്ദ്രൻ. കടലിന്റെ ശാസ്ത്രം പഠിക്കുന്ന ഒരു ചെറുപ്പക്കാരന്റെ പേര്, അവന്റെ പേര് നാവിഗേഷൻ, ക്രിസ്റ്റഫർ കൊളംബസ്. അവൻ പണ്ട് പഠിച്ചുകൊണ്ടിരുന്ന സ്പെയിനിലെ രാജാവിന്റെ പേര് ഫെർഡിനാൻഡ്, രാജ്ഞിയുടെ പേര് ഇസബെല്ല. സ്പെയിനിലെ രാജാവിൻ്റെ അടുത്ത് എന്ന് ഈ ചെറുപ്പക്കാരൻ പറയും, സാറേ കുറച്ച് പൈസ തന്നാൽ വടക്കോട്ട് പോയാൽ ഒരു ദ്വീപ് കിട്ടും, വള്ളം മേടിക്കാൻ കാശ് തരാൻ. താടി വെച്ച ക്രിസ്റ്റഫർ കൊളംബസ് യഹൂദൻ അവനോട് പറഞ്ഞു, നിനക്ക് ഭ്രാന്ത, പോകാൻ പറഞ്ഞു. അവൻ പോകുന്ന വഴി, കഥ നല്ലതുപോലെ കേൾക്കണം, പോകുന്ന വഴി യഹൂദന്റെ സിനഗോഗ്, ഒരു ചെറിയ ഷെഡ് പോലെ, അവിടെ റബ്ബിമാർ ബ്ലഡ് മൂൺ കണ്ടിട്ട് താടി തടവിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ കരഞ്ഞുകൊണ്ട് വരുന്നു. ഈ ചോദിച്ചു, മോനെ എന്തിനാ കരഞ്ഞുകൊണ്ട് വരുന്നത്? അവൻ പറഞ്ഞു, വടക്കോട്ട് പോയാൽ ഒരു സ്ഥലം കിട്ടും, ഞാൻ പഠിച്ചു ഗലീലിയോടെയൊക്കെ തിയറി, പോയാൽ സ്ഥലം കിട്ടും. അവർ പറഞ്ഞു, ഞാൻ രാജാവിനോട് കാശ് ചോദിച്ചു, രാജാവ് തന്നില്ല, എന്നെ ആക്ഷേപിച്ചു. യഹൂദന്റെ റബ്ബിമാർ തലേ പെസഹ വ്യാഴാഴ്ച കിട്ടിയ സ്വോത്രകാഴ്ച മുഴുവൻ അവന് തട്ടിയിട്ട് കൊടുത്തു. തട്ടിയിട്ട് പറഞ്ഞു, മോനെ വള്ളം മേടിച്ചോളാൻ പറഞ്ഞു. അന്നൊരു യാനം മേടിച്ചുകൊണ്ട് ഒരു യഹൂദ യാത്ര തുടർന്നു. അവൻ കണ്ടുപിടിച്ചത് അമേരിക്ക. ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു ഇസ്രയേൽ. അലഞ്ഞു തിരിയുന്ന യഹൂദന് കാല് കിട്ടാൻ സ്വർഗത്തിലെ ദൈവം അപ്പനായ അമേരിക്കയെ കൊടുത്തെങ്കിൽ, ഇന്നത്തെ വാൾ സ്ട്രീറ്റ് മുഴുവൻ അമേരിക്കയുടെ കയ്യിൽ, യഹൂദന്റെ കയ്യിൽ ഇരിക്കുന്നെങ്കിൽ, ജോ ബൈഡന്റെ വരവോടുകൂടി അമേരിക്കയും യഹൂദനും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് തകരാൻ പോകുന്നു. അതിനുവേണ്ടിയാ ദൈവദാസനാകുന്ന ഞാൻ ഈ റൂട്ടിൽ കൂടി സഞ്ചരിക്കുന്നത്. തിരുവചനത്തെ അമേരിക്കയെ പറ്റി ഒരു കാര്യം രേഖപ്പെടുത്തിയിട്ടില്ല. 1548 ഏപ്രിൽ മാസം 14-ാം തീയതി, ഹല്ലേലൂയ, ബ്ലഡ് മൂൺ പെസഹ വ്യാഴാഴ്ച, ക്രിസ്റ്റഫർ കൊളംബസ് അലഞ്ഞു തിരിയുന്ന യഹൂദന്, വാണ്ടറിംഗ് ജൂയിസിന് കാലുകുത്താൻ ഒരു സ്ഥലം സ്വർഗത്തിലെ ദൈവം അപ്പനെ പോലെ അമേരിക്ക കൊടുത്തു. ലോകത്തിന്റെ അന്ത്യത്തിലേക്ക് 1-ാമത്തെ ബ്ലഡ് ബോൾ, പാലും തേനും എടുക്കുന്ന കനാൻ ദേശമല്ല കൊടുത്തത്, ചവിട്ടാൻ അമേരിക്ക കൊടുത്തു. നമ്പർ 1. 2-ാമത്തെ രക്തചന്ദ്രൻ, ബൈബിൾ റിലേറ്റഡ് ടു വേൾഡ് ഹിസ്റ്ററി. 2-ാമത്തെ രക്തചന്ദ്രൻ 1948 ഏപ്രിൽ 14, പെസഹ വ്യാഴം, ആകാശത്തെ രക്തചന്ദ്രൻ. എന്തോ നടന്നെന്നറിയാമോ? 1 മാസം കഴിഞ്ഞപ്പോൾ
1948 മെയ് 14 ഡേവിഡ് ബെൻഗൂറിയോൻ ഗോലാൻ കുന്നുകളിൽ പതാക ഉയർത്തിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: അത്തി തളിർത്തു കൊമ്പിളതായി ഞങ്ങൾ മടങ്ങി വന്നു. ഹല്ലേലൂയ. ലോകത്തിന്റെ 5 വൻകരകളിൽ കൊച്ചി മട്ടാഞ്ചേരി വരെ ചിതറിക്കിടക്കുന്ന യഹൂദനെ ചേർക്കുവാൻ ഡേവിഡ് ബെൻഗൂറിയോൻ യേശു ക്രിസ്തുവിന്റെ വരവിങ്കൽ ഒരു നക്ഷത്രം വഴികാട്ടിയതുപോലെ ഈ ക്രിസ്മസ് കാലത്ത് പലർക്കും അറിയാം, സ്വർഗത്തിലെ ദൈവം ഒരു നക്ഷത്രത്തെ വെച്ചുകൊണ്ട് 6 കാലുള്ള വെള്ളപ്പതാകയ്ക്കകത്ത് ഹല്ലേലൂയ ഗോലാൻ കുന്നുകളിൽ ഇസ്രയേലിന്റെ ആദ്യത്തെ പ്രധാനമന്ത്രിയായ ഡേവിഡ് ബെൻഗൂറിയോൻ കാൽ ചവിട്ടിയിട്ട് പറഞ്ഞു: ഞങ്ങൾ മടങ്ങി വന്നു. ഫസ്റ്റ് ബ്ലഡ് മൂൺ റിലേറ്റഡ് ടു അമേരിക്ക. അലഞ്ഞു തിരിയുന്ന യഹൂദന് വേണ്ടി സ്വർഗത്തിലെ ദൈവം അമേരിക്ക. രണ്ടാമത്തെ ബ്ലഡ് മോൾ പാലും തേനും എടുക്കുന്ന കനാൻ ദേശം കൊടുത്തു. മൂന്നാമത്തെ ബ്ലഡ് മോൾ തീരാൻ പോകുന്നു. ലോകം എന്റെ നാഥൻ വരാറായി. ഇന്ന് ഇസ്രയേലിന് വയസ്സ് എത്ര ഉണ്ടെന്ന് അറിയാമോ? 90 ദൈവസഭക്കാരെ. നിങ്ങളെക്കാളും പ്രായം കുറവവന്. 48-നെ 70 കൊണ്ട് കൂട്ടിയാൽ 2018. ഇന്ന് 72 വയസ്സുള്ള ഒരു അച്ചായനായി ഇസ്രായേൽ.